മൈക്കിളും അമ്മുവും റാണിയും തമ്മിലുള്ള ബന്ധം നാട്ടിൽ വൈറലാണ്. കുട്ടികൾക്കുൾപ്പെടെ പ്രിയപ്പെട്ടവനാണ് മൈക്കിൾ. ഇനി നിങ്ങൾക്ക് തോന്നാം മൈക്കിൾ ആരെന്നല്ലേ? മൈക്കിളിനെ ഒന്ന് പരിചയപ്പെടാം. മൈക്കിളെ, മൈക്കിളെ ഓടുന്നു. പത്തനംതിട്ട സെറ്റിൽമെൻറ്റ് കോളനിയിലെ കുമാറിൻ്റെ ഉടമസ്ഥതയിലുള്ള നായയാണ് മൈക്കിൾ. മൈക്കിളാണ് പലപ്പോഴും അമ്മുവും റാണിയും എന്ന പശുക്കിടാങ്ങളെ മേയ്ക്കുവാനായി കൊണ്ടുപോകുന്നത്. നമ്മളെ പിടിക്കാൻ സമ്മതിക്കുന്നില്ല. 2 ദിവസം തന്നെ അയച്ചു കേട്ടിട്ട് അതാ മരിക്കുന്നത്. രാവിലെ തൊഴുത്തിൽ നിന്ന് ഇറങ്ങിയാൽ ആദ്യം ചെയ്യുന്നത് മൈക്കിളിന് ഉടമ കയറ് കൈമാറുകയാണ് ആദ്യത്തെ പതിവ്. ഈ കയറുമായി മൈക്കിൾ നേരെ പശുക്കിടാങ്ങളെയും കൊണ്ട് മേയ്ക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും സ്ഥിരം കാഴ്ചയാണ്. കുട്ടികൾക്കുൾപ്പെടെ കൗതുകമുണർത്തുന്ന കാഴ്ചയാണ് മൈക്കിളിൻ്റെയും അമ്മുവിൻ്റെയും സ്നേഹം. അവർക്കൊക്കെ വലിയ അതേപോലെ അത് കെയർ ചെയ്ത് കൊണ്ടുപോകും. മനുഷ്യര് ഇങ്ങനെ സന്തോഷമായി കെയർ ചെയ്യുന്ന പോലെ. ഈ മൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ നായയാണ്. അവൻ രാവിലെ നിന്ന് കൊണ്ടുപോകും, മേച്ചിപ്പുറത്ത് കൊണ്ടുപോകും, തിരിച്ചതുപോലെ വൈകിട്ട് കൊണ്ടുവരും. പിന്നെ 2-3 വട്ടം തിരക്കാനും പോകും. കുട്ടികളടുത്ത് പോയി 3-4 വട്ടം തിരക്കുകയൊക്കെ ചെയ്യും. അത് സ്ഥിരം ചെയ്യുന്ന പരിപാടിയത്. നേരത്തെ ഉള്ളതാണോ? നേരത്തെ ഉള്ള ചെറുപ്പത്തിലേ കൊണ്ടുവന്നത്. നമ്മൾ ഇതിനകത്തൊന്നും ചെയ്യണ്ട, എല്ലാം അത് ചെയ്തോളൂ. മൈക്കിള് 2 എണ്ണത്തിനെയും കൊണ്ടുപോകും. 2 പേരെയും കൊണ്ടുപോകും. 2 പേരെ പേരെന്തോ? ഒന്ന് മൂത്തത് അമ്മു, മറ്റേ റാണി, കൊച്ചിന്റെ റാണി. ഇപ്പൊ എത്ര വർഷം കൊണ്ടുണ്ട് മൈക്കിള്? മൈക്കിള് ചെറുപ്പം മുതലേ ഉണ്ട്. ഇപ്പൊ ഒരു 1.5 വയസ്സ്. 1.5 വയസ്സ് തൊട്ട് എടുത്ത് ഉണ്ട്. ഒരു കാവൽക്കാരാ. അവർ കൂട്ടുകാരാ. അപ്പം നമുക്കൊന്ന് കണ്ടാലോ? പോട്ടെ. ഇപ്പൊ വേറെ ആരെ കൊണ്ട് തൊടിയിക്കത്തില്ല അല്ലേ? വേറെ ആരും തൊടിയിക്കത്തില്ല. അവരുടെ സ്വന്തം മൈക്കിൾ എന്തി കടിക്കൂ? കഴിക്കുന്നില്ല. ഇതാണ് നമ്മുടെ മൈക്കിൾ അല്ലേ? അതിന്റെ അടുത്ത് നിൽക്കുന്ന ആരാ? അമ്മു. അമ്മൂനെയും വെള്ള റാണി. അമ്മു റാണി. മൈക്കിളിന്റെ ഉറക്കവും അമ്മുവിന്റെയും റാണിയുടെയും അടുത്താണ്. കുട്ടികൾക്കും ഏറെ പ്രിയപ്പെട്ടവനാണ് മൈക്കിൾ. ഇത് ആണ് ഞങ്ങളുടെ മൈക്കിള്. ഇവനാണ് ഞങ്ങളെ റാണി അമ്മുവിനെ എന്നും രാവിലെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത്. ഇവനെ അഴിച്ചു വിട്ടാൽ മാത്രം മതി. അഴിച്ചു വിടുമ്പോൾ തന്നെ ഇവന് അവരെ കയറെ പിടിച്ചോണ്ട് കൊണ്ടുപോയി അയ്യങ്ങളിലൊക്കെ കൊണ്ട് കെട്ടുകയും തിരിച്ച് ഇടയ്ക്ക് പോയി നോക്കുകയൊക്കെ ചെയ്യും. പുള്ളി അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. റാണിയുടെ കൂടെ എപ്പോഴും അവൻ കൂട്ട്. അമ്മുവിനെക്കാട്ടിലും ഇവന് കാര്യം റാണിയെ. എപ്പോഴും റാണി കളിച്ചവൻ കൂട്ടുകാരായിട്ട് നടക്കുകയായിരിക്കും എല്ലാം ചെയ്യുന്നത്. അത് മാത്രമല്ല ഇവന് തിരിച്ച് ഇടയ്ക്കിടയ്ക്കെല്ലാം അവിടെ പോയി നോക്കും. അവരവിടെ ഉണ്ടോ നോക്കും. ചില ദിവസങ്ങളിൽ ചോറുണ്ണാൻ പോലും ഇവൻ വീട്ടിൽ വരത്തില്ല. വൈകിട്ട് അവർ വരുമ്പോഴേ അവരുടെ കൂടെ തന്നെ വന്നിട്ട് കയറെ പിടിച്ചോണ്ട് തന്നെ തിരിച്ചു വന്ന് അവരെ കെട്ടുന്ന കുറ്റിയിലാണെങ്കിൽ ഇവൻ തന്നെ കയറും കൊണ്ട് വായും കൊണ്ട് തന്നെ കയറ് ചുറ്റി വെക്കുന്ന പതിവ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഇവൻ ഉണ്ടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് പോയി തിരക്കുകയും വേണ്ട അവരവിടെ ഉണ്ടോ ഇല്ലെന്ന്. വെള്ളം കൊടുക്കാൻ വേണ്ടി മാത്രം നമുക്ക് പോയാൽ മതി. മൈക്കിളിനെ കിട്ടിയപ്പോ 1 വർഷമായി. പുതുവർഷമായപ്പോ 1 വർഷമായി. കഴിഞ്ഞ വർഷം ഇതുപോലെ ഞങ്ങളുടെ ഒരു ബന്ധത്തിലുള്ള ചേച്ചിയുടെ വീട്ടിലെ വെട്ടിപ്പുറത്തുള്ള ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇവനെ കൊണ്ടുവന്നത്. അവന്റെ കുങ്കിന്ന് അവന്റെ അമ്മയുടെ പേര്. ഇവന് ഏത് ഇനമാണെന്ന് അറിയത്തില്ല. അപ്പൊ ചേച്ചി പറഞ്ഞിട്ടിപ്പോ പട്ടിയില്ലാത്തതിന് ഞാനിവിടെ വെറുതെ പോയി നോക്കിയപ്പോ എടുത്തോണ്ട് വന്നതാ. വന്നു കഴിഞ്ഞപ്പോഴാ അംഗത്തെ പോലെ വീട്ടിൽ അംഗം തന്നെ.
പറയുന്ന എല്ലാ കാര്യവും അനുസരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനൊന്നും ഇല്ല. അങ്ങനെ ട്രെയിനിങ് ഒന്നും കൊടുക്കാൻ താല്പര്യം ട്രെയിനിങ് കൊടുക്കും. ഞങ്ങൾ ട്രെയിനിങ് ആണ് കൊടുത്തതല്ല സത്യത്തില്. തന്നെ ചെയ്യുന്നത് ഇവനെല്ലാം തന്നെ ചെയ്യുന്നേ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രെയിനിങ് കൊടുക്കണ്ട. പക്ഷെ ഒരാളെ വീട്ടിൽ കേട്ടിരുന്ന ഞാൻ കേട്ടിട്ടില്ല. ആദ്യം വരുവാണെങ്കിൽ മിണ്ടായിരിക്കാൻ പറയുമ്പോഴേ ഇവനെ കെട്ടുവിടത്തില്ല ഞങ്ങള്. ഇവനെ എപ്പോഴും ഞങ്ങൾ അയച്ചിട്ടൊക്കെ കെട്ടുവിടത്തേ ഇല്ല. അവന് ആദ്യം വരുവാണെങ്കിൽ മാത്രമേ ഇവനെ കെട്ടുവിടത്തുള്ളൂ. അതുകൊണ്ട് ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വലിയ കാര്യം ഇവന്. ആർക്കും ഒരു ശല്യമില്ല. എല്ലാവരും വലിയ കാര്യമാണ്. എവിടെ ചെന്നാലും ഇവന് ആഹാരമുണ്ട്. എല്ലാവരും ആഹാരം കൊടുക്കും. ആരടുത്തും കടിക്കാനും പിള്ളേരൊക്കെ ഭയങ്കര കൂട്ടാ ഇവിടെയുള്ള പിള്ളേരുമായിട്ടെല്ലാം. അതുകൊണ്ട് മൈക്കിള് ഇവന് കിട്ടിയത് ഭാഗ്യമാണ് ഞങ്ങൾ പറയുന്നത്. അവനെ കിട്ടിയാൽ ഞങ്ങളുടെ നാടൊക്കെ എല്ലാരും അറിഞ്ഞു. എല്ലാരും അറിഞ്ഞു. ഇപ്പൊ 3 അതിൽ കൂടി 3ാമത്തെ ചാനലുകാരാ വന്ന് ഇതിന്റെ ഇന്റർവ്യൂ എടുക്കുന്നത്. അതിൽ ഒത്തിരി സന്തോഷം. നമ്മളെ കയറി പിടിക്കാൻ വിടത്തില്ലല്ലേ? വിടത്തില്ല. അതിന് തന്നെ കൊണ്ടുപോകണം. മൈക്കിൾ അമ്മൂനെയാ കൊണ്ടുപോകുന്നല്ലേ? ഇത് ആരെയും ഇപ്പം കൊണ്ടുപോകുന്നേ മൈക്കിൾ? മൈക്കിളിൻ്റെ ഈ കാഴ്ച നാട്ടിലെല്ലാവർക്കും സുപരിചിതമാണ്.